ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഓരോ ദിവസങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഉച്ചയൂണിൻ്റെ കറികളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ പോയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉച്ചയ്ക്ക് ചോറിനുള്ള കറി ഉണ്ടാക്കിയാണ്. അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കണം. അതിന് ഞാൻ ചേന വറുത്തരച്ച് കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ ചേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പുളി കുറച്ച് വെള്ളത്തിലിടാനുണ്ട്. വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ട് തേങ്ങ വറുത്തരച്ച് ഇന്ന് തീയല വയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊന്നുമല്ല, ഇന്നലെയാണ് ആ വീഡിയോ പോയത്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു ചേനക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നലെ ഇട്ടത്. അതും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പം തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ അതേ മോൾ എന്നെ സഹായിക്കാനുണ്ട്. അപ്പോൾ കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ് മോള്. അത് ഈ നാടൻ കൂർക്കയൊന്നുമല്ല, വലിയ നല്ല കനമുള്ള വലിയ കൂർക്കയിലെ പൂഴിയൊക്കെ പിടിച്ചിരിക്കുന്ന കൂർക്ക. അതിന് ടേസ്റ്റ് കുറവായിരിക്കും. അത് മക്കൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ അവർ വാങ്ങിയിട്ട് വന്നു. അവർക്ക് അറിയത്തില്ല നാടൻ കൂർക്ക ഏതാണെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് വലിപ്പം കൂടിയ പൂഴി പിടിച്ചിരിക്കുന്ന കൂർക്ക വാങ്ങിക്കരുത്. അതിന് നമ്മുടെ നാടൻ കൂർക്കയുടെ അത്രയും ടേസ്റ്റും ഉണ്ടാകത്തില്ല. അങ്ങനെ മോളത് ചീവാൻ നോക്കിയിട്ട് ചീവാൻ പറ്റുന്നില്ല. പിന്നെ ചെത്തിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അത് അരിയാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കൊരു ലൈക്കും കൂടെ തന്നേക്കണേ, മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടെ ഇട്ടേക്കണം. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. തേങ്ങ വറുക്കുമ്പോലുള്ള ഒരു പാടുള്ള പണി വേറൊന്നുമില്ല. എത്ര സമയം നമ്മൾ നിന്നെങ്കിലാണല്ലോ തേങ്ങയെന്ന് വറുത്ത് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം തേങ്ങയൊക്കെ വറുത്ത് കേട്ടോ. ഞാൻ എന്നിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചേന വെച്ചിട്ടുള്ള തീയലെന്ന് വെച്ചാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണല്ലേ. നമുക്ക് സൈഡ് ഡിഷായിട്ട് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല ചേന തീയലുണ്ടെങ്കിൽ. പിന്നെ ചേന വെച്ചുള്ള വിഭവങ്ങളെല്ലാം നല്ലതാണ്. ചേന തോരൻ വയ്ക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, അങ്ങനെ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇന്നിപ്പം വറുത്തരച്ചുള്ള കറിയാണ്. അപ്പോൾ റൈസ് കുക്കറിൽ ഞാൻ ചോറ് ഒന്നുകൂടെ തിളച്ചിട്ട് വേണം അടച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ജോലിക്കിടയിൽ ഇവിടെ ഒരു വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോനും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കൂർക്ക അരിഞ്ഞൊക്കെ എടുത്ത് കേട്ടോ. പക്ഷേ കൂർക്ക മെഴുക്ക് പുരട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൂർക്ക കഴിക്കുന്നവരിവിടെ കുറവാണ്. കൂർക്ക എടുത്ത് അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൂർക്ക മെഴുക്ക് പുരട്ടി വേണ്ടെന്ന്. പിന്നെ എന്ത് ചെയ്യാൻ, അച്ചിങ്ങ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ചിങ്ങയാണ് കേട്ടോ മെഴുക്ക് പുരട്ടി എടുത്തത്. പിന്നെ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അച്ചിങ്ങ മെഴുക്ക് പുരട്ടി മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചേന തീയലെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് അടച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ വെന്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വറുത്ത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അരപ്പും കൂടെ കൂട്ടിയിട്ട് കറി ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്കൊരു വറയും കൂടെ താളിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചേനത്തീയൽ ഇവിടെ റെഡിയാവും. പിന്നെ ഞാനൊരു ഒരു ചെറിയൊരു പീസ് ശർക്കരയും കൂടെ ചേർക്കും കേട്ടോ. വറുത്തരച്ച ഏത് കറിക്കാണെങ്കിലും ഞാൻ ചേർക്കാറുണ്ട്. അത് ഒരു പ്രത്യേക ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മോളിവിടെ കൂർക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ അരിഞ്ഞെടുത്തെങ്കിൽ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, മെഴുക്ക് പുരട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കൂർക്ക ഉടനെ വേണ്ട, അപ്പോൾ നാളെ എടുക്കാം, ഇന്നിപ്പോൾ അച്ചിങ്ങ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ചിങ്ങയാണ് മെഴുക്ക് പുരട്ടിയത്. എന്നാലും അത് അരിഞ്ഞു വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് മുഴുവനുമായിട്ടും അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് അരിഞ്ഞ ഉടനെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കറ കയറി പിടിക്കും. ഇവർക്ക് അറിയത്തില്ലല്ലോ, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഉരുളക്കിഴങ്ങാണെങ്കിലും കൂർക്ക ഇതൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞെന്നാൽ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കറ കയറി പിടിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്.
പിന്നെ അതരിഞ്ഞതിന് ശേഷം പിന്നെ അച്ചിങ്ങയും കൂടെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും മെഴുക്ക് പുരട്ടി പിന്നെ ചേന തീയലിന് ഒരു വറയും കൂടെ പൊട്ടിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് പുറത്ത് സിറ്റൗട്ടിൽ പോയി ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് 2 പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അവരിങ്ങനെ ഈ പഴനിക്ക് പോകാനായിട്ട് വന്നതാണ് കേട്ടോ. അത് ഊര് ചുറ്റി വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കാശ് കൊടുത്ത് പിന്നെ അവർ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് ചോറുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ചോറുണ്ട്. അങ്ങനെ ചോറും കറിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് വെജിറ്റേറിയൻ ആണല്ലോ വെച്ചത്, മീൻ കറിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് കഴിച്ചിട്ട് ഞങ്ങളുടെ വടക്കേ വീട്ടിലൊക്കെ പോയിട്ട് അവരങ്ങനെ പോവുകയാണ്. അവർ നേരത്തെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്നിവിടെ ഹൗസ് ഓണറാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നതെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്നോട് അവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരിവിടെയല്ല ഇപ്പോൾ താമസിക്കുന്നത്, അപ്പോൾ ഇത് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് 1.5 വർഷത്തോളമായി എന്നൊക്കെ ഞാൻ പറഞ്ഞ്. അവർ ചേട്ടത്തി അനിയത്തിയാണ് വന്നത്. അവർ അടുത്ത മാസം പഴനിക്ക് പോണ കാര്യമൊക്കെ എന്നോട് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ. മോള് പാലിരിക്കണ കണ്ടിട്ട് ചായ ഇടാൻ പോയാണ്. അപ്പോൾ എനിക്ക് ചായ ഇട്ട് തരാമെന്നും പറഞ്ഞിട്ട് ചായ ഇടാൻ കയറിയതാണേ. ഞാനിട്ടിരുന്ന ഷോളാണ് കേട്ടോ. അത് കണ്ട് ഇഷ്ടം തോന്നിയിട്ട് എന്നോട് വാങ്ങിച്ചതാണേ. അപ്പോൾ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഏലക്കയും കൂടി ഇടാമെന്ന്. എനിക്ക് ഏലക്ക ചായ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നല്ല കടുപ്പത്തിൽ തന്നെ ചായയൊക്കെ ഇട്ട് തന്നത്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഒക്കെ ഒഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.